മമ്മൂട്ടി എനിക്ക് തോന്നുന്നു 2020 മുതൽ 26 ഇപ്പം ഏകദേശം പകുതിയായി. കേൾക്കുന്ന ഏറ്റവും മമ്മൂട്ടി കേൾക്കുന്ന നെഗറ്റീവ് ഒറ്റ കാര്യമുള്ളൂ. മമ്മൂട്ടി നടനെന്നുള്ള രീതിയിൽ അസാധാരണ മികവിലോട്ട് കയറിപ്പോയി. കാരണം ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ ഈ 6 വർഷം കൊണ്ട് അദ്ദേഹം തകർത്തഭിനയിച്ച ഒരു 10ഓളം ചിത്രങ്ങൾ കാണും നമുക്ക് ഈ 6 വർഷം കൊണ്ട്. പക്ഷെ കേൾക്കുന്ന ഏറ്റവും വലിയ അപവാദം അത് പക്ഷെ അദ്ദേഹത്തിന് വലിയ താല്പര്യം കാണത്തില്ല. കോടി ക്ലബ്ബ് കയറുക എന്ന് പറയുന്നത് മമ്മൂട്ടിയെ സംബന്ധിച്ച് വലിയ കാര്യമൊന്നും കാണത്തില്ല. പക്ഷെ മമ്മൂട്ടിക്ക് 100 കോടി ഇല്ല എന്ന് പറയുന്നതാണ് സത്യം. അതാണ് എല്ലാ ഫാൻസുകാർക്കും ഇടയിൽ ചർച്ച. എല്ലാവരും 100 കോടി, അസിലിനെ, ആസിഫ് അലി എല്ലാവരും 100 കോടി കയറുമ്പോൾ പിന്നെ മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് 100 കോടി കിട്ടാത്ത? മമ്മൂട്ടിയുടെ 100 കോടി കിട്ടാൻ ചാൻസ് ഉള്ള 3 സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതിന് ചാൻസ് വളരെ കൂടുതലാണ്. നല്ല ഡിസ്ട്രിബ്യൂഷൻ, ഇത് ശ്രദ്ധിക്കേണ്ട, നല്ല ഡിസ്ട്രിബ്യൂഷനും സിനിമ അത്യാവശ്യം നല്ലതാണെങ്കിൽ നല്ല ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമകളൊക്കെ 100 കോടി എത്താൻ ചാൻസ് ഉണ്ട്. അതിനകത്ത് ഒന്ന്, നിതീഷ് സഹദേവൻ മിനിമം ഗ്യാരണ്ടി ഉള്ളൊരു സംവിധാനം. ഫാലിമി ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ തമിഴ് പടമാണെങ്കിലും എല്ലാം സൂപ്പർ ഹിറ്റാണ്. ഈ സിനിമ നിതീഷ് സഹദേവൻ്റെ പുത്തൻ പടം ഒരു ലോക്കൽ ഗ്യാങ്സ്റ്റർ സർക്കസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സിനിമയാണ്. ഈ സിനിമ ക്ലിക്കായാൽ അത്യാവശ്യം അത് നല്ലപോലെ മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ടാണ് നമുക്ക് എന്തോന്നറിയാത്തത്, നല്ലപോലെ തന്നെ പ്രീസെയിലൊക്കെ ചെയ്താൽ 100 കോടി എന്ന് പറയുന്നത് ഇപ്പം വലിയ സംഭവം അല്ലെങ്കിൽ പോലും 100 200 ഒക്കെ കയറാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ നല്ല ഗംഭീര സബ്ജക്റ്റാണ്. 2, ഖാലിദ് റഹ്മാന്റെ സിനിമ. ഖാലിദ് റഹ്മാന്റെ 90% സിനിമകളും സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്ത സിനിമ ഹിറ്റാണെന്നില്ല. എന്നാലും മമ്മൂട്ടിയുടെ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞ സിനിമ, മമ്മൂട്ടി, നസീൻ, ആസിഫ് അലി ഒക്കെ ഉണ്ട്, ഗണപതിയുണ്ട്, ലുക്മാനുണ്ട്, ഇവരെല്ലാം ഒന്നിക്കുന്ന സിനിമ. എന്തെങ്കിലും ഒരു ലോക്കൽ സെറ്റപ്പിൽ ഒരു സിനിമയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കാൻ രസമാണെങ്കിൽ ഇപ്പൊ അതൊക്കെ മതി ആൾക്കാർക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ കണ്ടന്റ് ഒന്നും വലിയ ദാരിദ്ര്യമൊന്നുമില്ല, അത്യാവശ്യം നല്ല രസമായിട്ട് ഇങ്ങനെ മൂടായിട്ട് പോകുന്ന പടവും 2-3 ആക്ഷൻ സീക്വൻസുകളും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പോകാം. നല്ല രീതിയിൽ മമ്മൂട്ടി കമ്പനി അല്ല അത് ഡിസ്ട്രിബ്യൂഷൻ, വേറെ അവർ തന്നെയാണ്, അലി റഹ്മാനും ടീമും തന്നെയാണ്, അനൂപ് എന്ന് പറയുന്ന പ്രൊഡ്യൂസറോട് ചേർത്താണ്. അന്നേരം അതും വളരെയധികം ചാൻസാണ് നല്ലൊരു കളക്ഷൻ കിട്ടാൻ. 3, ഷുവർ ഷോട്ട് പടമാണ്. അത് കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമ ഒരാൾ പോലും നെഗറ്റീവ് പറയാത്തൊരു സിനിമയായിരുന്നു. കണ്ണൂർ സ്ക്വാഡ് 80-85 കോടി കളക്ട് ചെയ്തിട്ട് മമ്മൂട്ടി കമ്പനിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് മാത്രമെന്ന് ഞാൻ പറയും അത് എത്തിയിട്ടില്ല 100 കോടി. മമ്മൂട്ടി കമ്പനി ഡിസ്ട്രിബ്യൂട്ട് വേറെ ഏത് ഡിസ്ട്രിബ്യൂഷൻ, ഇപ്പോൾ ആശീർവാദ് ആയിരുന്നെങ്കിൽ 150-200 കയറിയേനെ. ഇത് കണ്ണൂർ സ്ക്വാഡ് 2 ഇപ്പം തയ്യാറാകുകയാണ്. അടുത്ത വർഷം ചിലപ്പം ഷൂട്ടിങ്ങും റിലീസും എല്ലാം കാണും. കണ്ണൂർ സ്ക്വാഡ് റിലീസ് ചെയ്താൽ അതിൻ്റെ പ്രീസെയിൽ തന്നെ ഗംഭീരമാക്കാം. അത് നല്ല ബുദ്ധിപരമായിട്ട് അനണി പെരുമ്പാവൂരും അല്ലെങ്കിൽ പൃഥ്വിരാജോ പ്രൊഡക്ഷൻസോ ബാക്കി ആര് ചെയ്യുന്നത് പോലും ചെയ്താൽ ഇത് ഈസി ആയിട്ട് കണ്ണൂർ സ്ക്വാഡ് 2 അത്യാവശ്യം മിനിമം ലോജിക്കുള്ള കണ്ണൂർ സ്ക്വാഡ് 2-ന്റെ അതേ രീതിയിൽ നിന്നാൽ മതി. അതേ പാറ്റേണിൽ കഥ നല്ല മുൾമുനയിൽ നിർത്തിയാൽ കണ്ണൂർ സ്ക്വാഡ് 2 തൂക്കിയടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതെ, ഇതൊക്കെ അങ്ങോട്ടുള്ള ചാൻസാണ്. ഇനി മമ്മൂട്ടിയുടെ പ്ലാനുള്ള ചിത്രങ്ങൾ നമുക്കറിയത്തില്ല. പക്ഷേ ഇത് 3 ഉറപ്പിക്കാം.